ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ റോസ്. പലർക്കും ജ്യോതികൃഷ്ണയുടെ പേരറിയില്ല. ആ പടം ഇപ്പോൾ വരികയാണെങ്കിൽ നായിക തേപ്പുകാരിയായിട്ട് അറിയപ്പെടില്ലായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ദിലീപേട്ടൻ ജനപ്രിയ നായകനാണ്, അത്രയും ഇഷ്ടമാണ് ആളുകൾക്ക്. അപ്പം ദിലീപേട്ടനെ ചതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ദുൽഖറിന്റെ പേര് പറയുമ്പോഴാണ് ഓ മൈ ഗോഡ് യു ആക്ടഡ് വിത്ത് DQ എന്ന് പറയും. അതൊരു ഭയങ്കര ക്രെഡിറ്റ് ആണ്. ഇപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് ഇടയ്ക്കൊക്കെ പറയും എന്നൊരു വിലയില്ല, ഞാൻ ആരായിരുന്നു പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയും. അന്നത്തെ ദിവസം അവരെല്ലാവരും കൂടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞാനും ഹസ്ബൻഡും കൂടെ തിരിച്ചിങ്ങോട്ട് വരുമ്പം ഞാൻ നോക്കുമ്പോൾ ദുൽഖർ വരുന്നു. എൻ്റെ ആദ്യത്തെ സിനിമ മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് അതൊരു വലിയ, മമ്മൂക്ക എന്നെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായി. നായകൻ പറയുന്നുണ്ട് ഞാൻ ഛർദ്ദിച്ചത് കഴിക്കാറില്ല എന്ന് പറയുന്ന ഒരു സീൻ വന്നപ്പം കയ്യടിയായിരുന്നു അവിടെ. കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. പെട്ടെന്ന് അമ്മ ആകെ എന്നിട്ട് അമ്മയുടെ മകളായിട്ടാണ് എന്നെ ആ സ്ക്രീനിൽ കാണുന്നത്. ജോസൂട്ടി കഴിഞ്ഞിട്ട് എനിക്ക് വന്ന ഒരു സിനിമയായിരുന്നു സൂസു സുദീവാഗ്നിലം. അതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു ഞാൻ ആ സിനിമ എടുക്കാതിരുന്നതിൽ. കല്യാണാലോചനയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പ്രഷറായി. അമ്മ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്, 25 വയസ്സായി, കല്യാണം കഴിക്കേണ്ട പ്രായമായി എന്നൊക്കെ പറഞ്ഞു. ജീവിതം പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവും ജീവിതം എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ലേ. എന്തൊരു സൂട് അടിപൊളി. മലയാളം പഠിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ മലയാളിയാണ് അവൻ. ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ ദിവസവും ഞാൻ ചോറ് കറികൾ അത് ഞാൻ കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ദുബായിലായതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഫ്രീഡമാണ്. എന്ത് തരത്തിലുള്ള ഡ്രസ്സ് ഞാൻ ഇടും. എത്ര ഡ്രസ്സ് എങ്ങനത്തെ ഇട്ടാലും നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ഒരു ധാവണിയോ അല്ലെങ്കിൽ ഒരു സാരിയോ കൊടുത്തു വരുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു സാധനമുണ്ട്, ജ്യോതി ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്, എനിക്ക് ഇതാണ് ചേരുന്നത്. ജ്യോതി കൃഷ്ണയാണ് നമുക്കിപ്പോൾ. ഹായ് ജ്യോതി. ഹായ്. ഇപ്പോഴും ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ ആ റോസിനെയാണ് നമ്മൾ ആലോചിക്കുന്നത്. കുറച്ച് സിനിമകൾ ചെയ്തിട്ടും ആ ക്യാരക്ടർ മനസ്സിൽ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഐഡന്റിറ്റി അല്ലേ, ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ റോസ്. പലർക്കും ജ്യോതികൃഷ്ണയുടെ പേരറിയില്ല. അതെ, അറിയില്ല. അത് ഒരു വിഷമായിട്ട് ഞാൻ കണക്കാക്കുന്നൊന്നുമില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് എന്നെ ആ ജോസൂട്ടിയിലെ റോസ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടല്ലോ, അതൊരു വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഇപ്പോഴുള്ളത്. ഈ ഞാനിലെ ലക്ഷ്മിക്കുട്ടിയെ ഞാൻ ഓർത്തെടുക്കുമ്പോൾ ആ ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് ഭയങ്കര രസമുള്ള, ഞാൻ ഭയങ്കര വേറൊരു തരത്തിലുള്ളൊരു ക്രാഫ്റ്റ് ആയിരുന്നല്ലോ, അതിൻ്റെ അറ്റ്മോസ്ഫിയറും ഒക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആ ക്യാരക്ടർ അന്ധയായിട്ടുള്ള ക്യാരക്ടറാണ്, പക്ഷെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഭയങ്കര സുന്ദരിയായിരുന്നു എന്ന് നമ്മൾ പറയില്ലേ. ഞാൻ ഏറ്റവും അധികം സുന്ദരിയായിട്ട് എനിക്കും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഞാൻ തന്നെയായിരുന്നു. അതിനകത്ത് മേക്കപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ണിലെ ലെൻസ് വന്നിട്ട് ചിക്കൻ പോക്സ് വന്നിട്ട് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു തന്നെ. അപ്പം എങ്ങനെയാ അപ്പം അതിനെ പറയാ, ഗ്രേ കളറും അല്ല, ഒരു ഈ പാട കെട്ടിയിരിക്കുന്ന പോലത്തെ ഒരു ഇതില്ലേ, അങ്ങനത്തെ ലെൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഭംഗിയില്ല ആക്ച്വലി അത് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ. ഞാൻ പതുക്കെ ചെന്ന് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രഞ്ജിയേട്ടൻ്റെ അടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു, രഞ്ജിയേട്ടാ എനിക്ക് ഭയങ്കര മൈഗ്രെയിൻ ആണ്, ലെൻസ് ഇടാൻ പറ്റുന്നില്ല. ആണല്ലേ, സാരമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചീറ്റി, ഇനി എന്ത് പറയാനാ പറയില്ലേ. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ തിരിച്ചു വന്ന് രഞ്ജിയേട്ടനായിരുന്നു. അപ്പം ഞാനിങ്ങനെ കുറേയൊക്കെ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, ഈ ക്യാരക്ടറിന് ഇതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പം 2 ലെൻസും, പിന്നെ ആ ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ പറ്റത്തില്ല, വാക്സ് ചെയ്യാൻ പറ്റത്തില്ല. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പഴയ കേരള പെൺകുട്ടി, നാടൻ പെൺകുട്ടി എന്നുള്ള, മലയാളി പെൺകുട്ടി എന്നുള്ളതാണ് അതിൻ്റെ ഇത്. പക്ഷെ സ്ക്രീനിൽ വന്നു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിന് ഇത്രയും ഭംഗിയുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം. മേക്കപ്പ് വളരെ കുറവാണ്, ഒന്നുമില്ല ആക്ച്വലി. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോ ഓ കൊള്ളാം, ഭയങ്കര ക്യൂട്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ ബോഡിയും ശരിക്കും ഒരു ബബ്ലി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ആ അത്തരം ഡ്രസ്സൊക്കെ ഭയങ്കര രസമായിട്ട് യോജിച്ചത്. ഇല്ല, എപ്പോഴും എന്ത് തരത്തിലുള്ള, ഞാനിപ്പോൾ എല്ലാ തരത്തിലുള്ള ഡ്രസ്സും ഇടുന്ന ആളാണ്. ദുബായിലായതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഫ്രീഡമാണ്, എന്ത് തരത്തിലുള്ള ഡ്രസ്സും ഞാൻ ഇടും. പക്ഷെ എത്ര ഡ്രസ്സ് എങ്ങനത്തെ ഇട്ടാലും നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ഒരു ധാവണിയോ അല്ലെങ്കിൽ ഒരു സാരിയോ കൊടുത്തു വരുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു സാധനമുണ്ട്, ജ്യോതി ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്, നിനക്ക് ഇതാണ് ചേരുന്നത്, ഇതാണ് നീ എന്ന് പറഞ്ഞിട്ട് പറയും. അതെനിക്ക് അറിയാം. അപ്പം അതുകൊണ്ട് ആ ഒരു ഡ്രസ്സിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുണ്ടായിരുന്നു, അറിയായിരുന്നു ഇങ്ങനത്തെ ആണ് എന്നുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ബ്ലൗസും മുണ്ടും ഒക്കെയാണ് ഇടുന്നത് എന്നുള്ളത്. പക്ഷെ എന്നാലും അതെല്ലാം ചേരുന്നുണ്ടായിരുന്നു നന്നായിട്ട്. അതിന്റെ ഒരു റിസൾട്ടും കൂടെയാണ് അതിൽ അത്രയും ഭംഗിയായിട്ട് വന്നത്. ദുൽഖറിന്റെ നായികയായിട്ട് ഇരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു രഞ്ജിത്തിന്റെ അത്തരം ഒരു ക്രാഫ്റ്റുള്ള അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ ചിത്രീകരിച്ചൊരു പടത്തിന്റെ ഭാഗമായിട്ട്
എല്ലാ കാലഘട്ടത്തിലും ആ വിഷ്വൽ കാണുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഓർക്കും. അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിപ്പോ രഞ്ജേട്ടന്റെ സിനിമ അന്ന് ദുൽഖർ ബാംഗ്ലൂർ ഡേയ്സ് റിലീസായിട്ട് നിൽക്കുന്ന ടൈം, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മൂവിയാണ്. അപ്പൊ ദുൽഖറിന്റെ കൂടെ എന്ന് പറയുമ്പോൾ ഈവൻ നമ്മുടെ അത്രയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും ചെറിയൊരു കുശുമ്പൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും കേട്ടോ. അപ്പൊ ദുൽഖറിന്റെ കൂടെയോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ദുൽഖറിന്റെ ഒരു 10 വർഷത്തെ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ്. ഞാനിപ്പോൾ ദുബായിൽ താമസിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ളത് നോർത്ത് ഇന്ത്യൻസും കുറേ മിക്സഡ് കമ്മ്യൂണിറ്റിയിലാണല്ലോ. അപ്പം അതൊന്നും ഞാൻ പറയില്ല, ഞാൻ ആക്ട്രസ് ആണെന്ന് പറയില്ല. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് വരുമ്പോൾ ഇപ്പോഴത്തെ സാധനം സോഷ്യൽ മീഡിയ ഇൻസ്റ്റയിലുണ്ടോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ അക്കൗണ്ട് കാണുമ്പോൾ വെരിഫൈഡ് അറിയാൻ പറ്റും. അപ്പം ചോദിക്കും നിങ്ങൾ എന്തെങ്കിലും ആണോ എന്നുള്ളത്. അപ്പം നമ്മൾ പറയും. അപ്പം ചോദിക്കും ആരുടെയൊക്കെ പടങ്ങളിൽ ചെയ്തിട്ടുണ്ടെന്ന്. ദുൽഖറിൻ്റെ പേര് പറയുമ്പോഴാണ് oh my god you acted with DQ എന്ന് പറയും. അപ്പം അതൊരു ഭയങ്കര ക്രെഡിറ്റ് ആണ്. ഇപ്പം ഞാൻ തന്നെ പറയും, ഞാൻ ദുൽഖറിനോട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയില്ലേ. അത് ഇപ്പൊ എനിക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട് പറയില്ലേ. പക്ഷെ അതൊരു എന്താ പറയാ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്ന ഒരു സാധനമാണ്. ഇപ്പം ബാക്കിയുള്ള ആക്ടേഴ്സിന്റെ കൂടെ അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഇപ്പം പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് ദുൽഖറാണ്. അപ്പം ആ ഒരു സിനിമ എനിക്ക് തന്നിട്ടുള്ള സാധനങ്ങൾ ചെറുതൊന്നല്ല. ഞാനിപ്പോ റീസെന്റ് സുരേഷ് ചേട്ടന്റെ മോളുടെ റിസപ്ഷന് പോയപ്പോൾ ദുൽഖർ എല്ലാവരും ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ മനസ്സിൽ ഇത് എനിക്ക് എന്താ പറയാ ദുൽഖറൊക്കെ ഒത്തിരി വലിയ ആളായൊരു ഫീലാണ് എനിക്ക്. ഒരു എന്തോ ഒരു ഇത്. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് ഇടയ്ക്കൊക്കെ പറയും എന്നൊരു വിലയില്ല, ഞാൻ ആരായിരുന്നു പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയും. അന്നത്തെ ദിവസം അവരെല്ലാവരും കൂടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞാനും ഹസ്ബൻഡും കൂടെ തിരിച്ചിങ്ങോട്ട് വരുമ്പം ഞാൻ നോക്കുമ്പോൾ ദുൽഖർ വരുന്നു. പറയണോ ഹലോ പറയണോ മനസ്സിലായില്ലെങ്കിലോ എന്ന് പറയുന്ന ഒരു സാധനമില്ലേ. ഞാൻ അന്നാലും ചെന്നിട്ട് ഞാൻ ഹായ് എന്ന് പറഞ്ഞു. പുള്ളി എന്നെ കണ്ടൊഴുകി ഹേ ഹായ് ഹൗ യു ലോങ് ടൈം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഹഗ് ചെയ്തു. ഐ വാസ് ലൈക്ക് എനിക്ക് കരച്ചിലാ വന്നത് പെട്ടെന്ന്. എന്താ പറയാ ആ ഒരു സിംപ്ലിസിറ്റി പറയുന്ന വ്യക്തിയുടെ അതന്നെയാണ് അയാളുടെ അത്രയും വലിയൊരു ഉയർച്ചയ്ക്ക് വലിയൊരു കാര്യം. അപ്പം നമ്മൾ നന്നായിട്ടിരിക്കുന്നു. അപ്പോഴത്തേനും ആളുകൾ ഇങ്ങനെ വരുമല്ലോ. അപ്പം പിന്നെ ബൗൺസേഴ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇറ്റ്സ് ഓക്കെ വിൽ സീ യു ലേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നിന്നിട്ട് ഞാൻ നോക്കിയിട്ട് പറയില്ലേ. അപ്പൊ അതെല്ലാം ഈ ഞാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ബോംബെ മാർച്ച് 12 വരുന്നത്. അതൊരു ഭാഗ്യല്ലേ സ്റ്റാർ പടത്തിൽ പിച്ച് ചെയ്യാൻ കഴിയാന്ന് പറയുന്നത്. ഭയങ്കര ഇതാണ് അത്. ഞാൻ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടില്ല. അപ്പൊ ഒരു സീൻ എനിക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റണ്ടേ ഞാൻ ഉണ്ട് ഈ മൂവിയിലത്. പിന്നെ എന്നെ അതിനകത്ത് തപ്പണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആ സീനിലുണ്ടായിരുന്നു ഈ സീനിലുണ്ടായിരുന്നു അങ്ങനെ പറയാനുള്ളൂ ആക്ച്വലി. അപ്പൊ അതുകൊണ്ടാണ് എവിടെയും. പക്ഷെ എൻ്റെ ആദ്യത്തെ സിനിമ മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് അതൊരു വലിയ. പിന്നെ അത് മാത്രമല്ല മമ്മൂക്ക ആ സിനിമയിലുള്ള ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളെയും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതായിരുന്നു. ആ സിനിമയിൽ ഒരുപാട് പുതിയ ആളുകളുണ്ടായിരുന്നു. പൊണ്ണി മുകുന്ദൻ അടക്കം ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷെ മമ്മൂക്ക എന്നെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 1-2 സിനിമ കഴിഞ്ഞപ്പം എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞതും ഒക്കെ ആ സമയത്ത് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മൂക്കയായിട്ട് പേഴ്സണലി സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. ലൈഫ് ഓഫ് ജോസൂട്ടിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സിനിമ എന്ന് പറയുന്നത്. അതിനകത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ ഞാൻ പറയാം. ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് ക്ലൈമാക്സ് തന്നെയാണത്. ആ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ പോയിട്ട് തിരിച്ചിറങ്ങിയിട്ട് അയാൾ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ തിരിച്ചിറങ്ങിയിട്ട് നിങ്ങൾ കരയാതെ പറയുന്ന ആ പറച്ചിൽ തുടങ്ങുന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഇമോഷൻസ് നിങ്ങൾ കരഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ കരയുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സീനാണ്. അപ്പം നിങ്ങളതിനെ ഉള്ളിൽ വെക്കാൻ ശ്രമിച്ച് ഡയലോഗ് പറയാൻ ശ്രമിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണത് പെർഫോം ചെയ്യുന്നത് നമ്മൾ പ്രൗഡായിട്ട് കണ്ടിരിക്കില്ലേ. ആ സ്പേസിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ത്രൂ ഔട്ട് എനിക്ക് അത് അങ്ങനെ ആയിരുന്നില്ല ഫീൽ ചെയ്തത്. പക്ഷെ അവിടെയാണ് പിന്നെ ക്യാരക്ടറിനും അവിടെ വരുമ്പോഴാണ് ഭയങ്കര ഒരു ഡയമെൻഷൻ കിട്ടുന്നത്. ഒരുപക്ഷെ ഇന്ന് ആ സിനിമ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഗ്രേ ഷെയ്ഡിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും എല്ലാവരും. അന്ന് ചിലപ്പോൾ നായകന് കുറച്ചുകൂടെ പ്രാധാന്യം കിട്ടിയിട്ടുണ്ട്. ഇന്ന് കുറച്ചുകൂടെ ആ പടം ഇപ്പോൾ വരികയാണെങ്കിൽ നായിക തേപ്പുകാരിയായിട്ട് അറിയപ്പെടില്ലായിരുന്നു. ഈ തേപ്പുകാരിയാവുന്നതിൽ ഒരു സുഖമുണ്ട്, പക്ഷെ ഒരു ചെറിയൊരു സംഗതിയും ഉണ്ടല്ലേ നാട്ടുകാർക്കിടയിൽ. അതിൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ദിലീപേട്ടനെ എല്ലാവർക്കും ദിലീപേട്ടന് ഇപ്പോൾ 2 കാലഘട്ടം ഉണ്ട് ആക്ച്വലി. ഞാൻ അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പം ദിലീപേട്ടൻ ജനപ്രിയ നായകനാണ്, അത്രയും ഇഷ്ടമാണ് ആളുകൾക്ക്. അപ്പം ദിലീപേട്ടനെ ചതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഇപ്പോഴും ഇല്ലാന്നല്ല ഞാൻ പറയണ കേട്ടോ. ഞാൻ ഇപ്പം ക്രൗഡ് മാറി ഒത്തിരി, അതാ പറഞ്ഞത്, ഇപ്പോഴത്തെ ക്രൗഡ് മാറി, വ്യൂവേഴ്സ് മാറി, അവരുടെ ചിന്താഗതികൾ മാറി. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ആ തിയേറ്ററിൽ കയ്യടി വന്നൊരു സീനുണ്ടായിരുന്നു. ഈ സീനിന്റെ നായകൻ പറയുന്നുണ്ട്, ഞാൻ ഛർദിച്ചത് കഴിക്കാറില്ല എന്ന് പറയുന്ന ഒരു സീൻ വന്നപ്പം കയ്യടിയായിരുന്നു അവിടെ. അതിന്റെ അർത്ഥം ആ നായകനെ അവർ സപ്പോർട്ട് ചെയ്യാണ് എന്നുള്ളതാണ്. ഈ പറയുന്ന ക്യാരക്ടറിനെ അവർ ചിന്തിക്കുന്ന പോലുമില്ല. കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. പെട്ടെന്ന് അമ്മ ആകെ ദശോ എന്നുണ്ട്. അമ്മയുടെ മകളായിട്ടാണ് എന്നെ ആ സ്ക്രീനിൽ കാണുന്നത്, ക്യാരക്ടറായിട്ടല്ല. അപ്പം അത് കഴിഞ്ഞ് ഇറങ്ങുമ്പം ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണത്. അത് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡിലായിരുന്നു. തണുത്തിട്ടുണ്ടല്ലോ, അതിങ്ങനെ തിങ്ങിങ്ങനെ വിറയ്ക്കുവാണ് നിന്നിട്ട്. അതിൻ്റെ ഇടയിൽ ടെക്നിക്കൽ ഇഷ്യൂ കാരണം കാറ്റടിച്ചുകൊണ്ടിരിക്കുമോ ഭയങ്കരമായിട്ട്. 2-3 പ്രാവശ്യം അത് റീടേക്ക് എടുക്കുന്നുണ്ട്. അപ്പം ഞാനൊക്കെ ഇങ്ങനെ പല്ലൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടാണ് എടുക്കുന്നത്. എന്നെ സംബന്ധിച്ചുള്ള ഈ സീനൊന്ന് തീർന്നാൽ മതി എന്നായി. പക്ഷേ എൻ്റെ മാക്സിമം ഒരു എഫേർട്ട് ഇട്ടു, അങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റി. അത് ഒരു ഡയറക്ടർ തരുന്ന ഫ്രീഡം ആയിരുന്നു കേട്ടോ. ജീത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ ഒരു സീനിൽ പോലും നമ്മളുടെ അടുത്ത് വന്നിട്ട് അതല്ല തെറ്റിപ്പോയി അങ്ങനെ ഒരു സാധനമില്ല, ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ചെയ്തോ എന്ന് പറയും. പക്ഷേ ഈ സീൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇങ്ങനെ കാണിച്ചു ഓക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഓക്കെ ശരിയായിട്ടുണ്ടെന്ന്. പക്ഷെ അത് വന്ന് റിലീസായി ആ സീൻ കണ്ടിട്ട് 1-2 പേര് പറഞ്ഞു. അതിൽ ഏറ്റവും ഞാൻ ഇപ്പോഴും ഓർത്തു വയ്ക്കുന്നത് രഞ്ജിത്ത് ശങ്കർ, ഡയറക്ടർ രഞ്ജിത്ത് ശങ്കർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജ്യോതിയുടെ ആ സീൻ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അത് എനിക്ക് കിട്ടിയ ഒരു നല്ല അപ്രീസിയേഷൻ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ സിനിമ ദൃശ്യം കഴിഞ്ഞ് വന്ന ഒരു സിനിമ ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ ഭയങ്കര കൂടുതലായിരുന്നു ദൃശ്യം വെച്ച് ആ ഒരു ഇത്. അതുകൊണ്ടായിരുന്നു ആ സിനിമയ്ക്ക് ഇച്ചിരിയെങ്കിലും ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായിരുന്നു. പക്ഷെ എങ്കിലും ഇപ്പോഴും ആളുകൾ അറിയുന്നത് എൻ്റെ ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ റോസ് തന്നെയായിട്ടാണ്. അതാണ് എൻ്റെ കരിയറിൽ ഞാൻ ചെയ്ത സിനിമകളിൽ എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറയുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടായിരുന്നത് ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് കൂട്ടിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ സെലക്ട് ചെയ്യുന്ന അത്തരത്തിൽ ഡെപ്ത് ഉള്ളതാണ്. ഇപ്പോൾ ബിജു മേനോൻ പോലും ഡാർക്ക് ഷെയ്ഡിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സ്റ്റാർ ആയിട്ട് നിൽക്കുമ്പോൾ ഡാർക്ക് ഷെയ്ഡിൽ, മമ്മൂക്ക ഇപ്പുറത്ത് വന്നിട്ട് അതിനേക്കാളും വലിയ ഡാർക്കായിട്ട് അഭിനയിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ചൂസിങ് വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് നിങ്ങൾ ആ ക്യാരക്ടറിനെ ചൂസ് ചെയ്തതോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചേർന്നതോ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അതിനകത്തൊരു ഡെപ്ത് ഉണ്ട് ക്യാരക്ടറിന്. ഒരുപക്ഷെ ഇന്നായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിട്ട് വരേണ്ട ഒരു സിനിമയായിരുന്നു. അതിനകത്ത് ഈ ക്യാരക്ടറിന്റെ മാത്രമല്ല, ജോസൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ കടന്നു പോകുന്ന ഓരോ സിറ്റുവേഷനും ഒരുപാട് പേരുടെ ലൈഫിൽ കണക്ട് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. ഇപ്പോഴും എനിക്ക് ജോസൂട്ടിയുടെ ഒരു പോസ്റ്റർ ഞാൻ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഇടുവാണെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് എനിക്ക് മെസ്സേജ് വരാമെന്ന് അറിയും. ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോസൂട്ടിയുടെ ഒരു ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ടാഗ് ചെയ്യുമല്ലോ. എനിക്ക് ടാഗ് ചെയ്യുമ്പോൾ ഞാൻ ഈ കമന്റ്സ് എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറയുന്ന ഒരു സിനിമയാണ്. കൂടുതൽ പേര് ഇപ്പോഴും ഈ ടി വിയിൽ വന്ന് വീണ്ടും കാണുന്നുണ്ട് ആ സിനിമ. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പൊ റിലീസായിരുന്നെങ്കിൽ കുറെ കൂടെ എന്താ പറയാ ഭാഗ്യമില്ലാണ്ടായിപ്പോയി. ദിലീപ്, ദുൽഖർ സൽമാൻ, അത് കുഞ്ചാക്കോവൻ ഗോഡ് ഫോർ സെയിലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മലയാള സിനിമ അവസരങ്ങൾ നന്നായിട്ട് തന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഘട്ടത്തിൽ നിങ്ങളാണ് ബ്രേക്ക് ചെയ്ത് പോയത്, അങ്ങനെ പറഞ്ഞൂടെ? എങ്ങനെ ഗോഡ് ഫോർ സെയിലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ? അങ്ങനെയല്ല ചേട്ടാ, ഇത് ഞാൻ സിനിമയിൽ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയായിരുന്നു സിനിമ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അന്ന് എൻ്റെ സിനിമയിലുണ്ടായിരുന്ന എൻ്റെ എന്താ പറയാ കോണ്ടാക്ട്സ് ഉള്ള ആളുകളുമായിട്ട് ഇപ്പോൾ ഞാൻ ചോദിക്കും ഈ സിനിമ എങ്ങനെ ഉണ്ടാവും. പലർക്കും പല അഭിപ്രായങ്ങളല്ലേ, അവരുടെ അഭിപ്രായങ്ങളെല്ലാം ശരിയാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ചൂസ് ചെയ്തിട്ടുള്ള പല സിനിമകളും അബദ്ധങ്ങളായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഒന്നെങ്കിലും നല്ലത് ഉണ്ടാവണം ഈ സിനിമയിൽ. ഒന്നില്ലെങ്കിൽ ഒരു നല്ല ആക്ടർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഡയറക്ടർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു നല്ല ബാനറെങ്കിലും ഉണ്ടാവണം. ഇത് മൂന്നും ഇല്ലാതെ ഞാൻ പോയി സിനിമ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫ്ലോപ്പുകളുടെ എണ്ണം ഇങ്ങനെ കൂടുകയുള്ളൂ. അങ്ങനെയാണ് പിന്നെ ചൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഗോഡ് ഫോർ സെയിൽ ആണെങ്കിലും ഞാനാണെങ്കിലും 3-ാം നാൾ ഞായറാഴ്ച, സലീം ചേട്ടൻ്റെ കൂടെ, ഈ സിനിമകളൊക്കെ ഞാൻ ചൂസ് ചെയ്യണത് ബാനറും ഇതും എല്ലാം കണ്ടിട്ടാണ്. പക്ഷെ ഇതെല്ലാം ഓഫ് ബീറ്റ് മൂവീസായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവഞ്ച്വലി എന്താവാന്ന് പറയുക, സിനിമയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒരേ ടൈപ്പ് ക്യാരക്ടർ ഒരു 3-4 ചെയ്താൽ പിന്നെ അത് അങ്ങനെയാണ് ആ ക്യാരക്ടറിനെ വിളിക്കുള്ളൂ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം
എന്നെ കാറ്റഗറൈസ് ചെയ്തു, ആ കുട്ടി അവാർഡ് പടങ്ങൾ മാത്രമേ അഭിനയിക്കുള്ളൂ, അങ്ങനത്തെ സിനിമകളിലേ അഭിനയിക്കുള്ളൂ, വിളിക്കണ്ട. പിന്നെന്താ, അത് ചെയ്യുന്ന എല്ലാ സിനിമകളും ഫ്ലോപ്പാ, ഒരു രാശിയില്ലാത്ത നായികയാണ്. ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാം കമേഴ്ഷ്യൽ പടങ്ങളല്ല, ചെയ്തിട്ടുള്ള ആകെ ഒരേ ഒരു സിനിമയുള്ളൂ ജോസൂട്ടി, അതിപ്പോഴും ആൾക്കാർക്ക് അറിയുന്നുണ്ട്. അപ്പം ഞാനായിട്ട് എടുത്ത ബ്രേക്ക് അല്ല. ജോസൂട്ടി കഴിഞ്ഞിട്ട് എനിക്ക് വന്ന ഒരു സിനിമയായിരുന്നു സൂസു സുദീവാത്മികം. അതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു ഞാൻ ആ സിനിമ എടുക്കാതിരുന്നതിൽ. അതിൻ്റെ കാരണം ശിവത ചെയ്തതല്ല, മറ്റേ ക്യാരക്ടറായിരുന്നു എനിക്ക് വന്നത്. അപ്പോൾ ആ സിനിമയിലും വീണ്ടും ഈ നെഗറ്റീവ് ഷെയ്ഡാണ്. ആ കുട്ടിയും ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇയാളെ വേണ്ടാന്ന് വെച്ചിട്ട് പോണാണല്ലോ. അപ്പൊ ഞാൻ ചിന്തിച്ചു, വേണ്ട, വീണ്ടും തേപ്പ്, രണ്ടാമതും തേപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷെ അത് ചെയ്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി. പിന്നെ എനിക്ക് വന്നൊരു സിനിമയായിരുന്നു സോൾട്ട് മാംഗോ ട്രീ. അത് ഞാൻ, പക്ഷെ ആ സമയത്ത് ഞാൻ ഈ പറയുന്ന മാതിരി സിനിമയൊന്നും കാര്യമായിട്ട് വരാതായപ്പം തിരിച്ച് ദുബായി പോവുകയും ക്ലബ് എഫ് ജോയിൻ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പം എനിക്ക് അവിടെ നിന്ന് വരാൻ പറ്റിയില്ല. ഇങ്ങനെ ഈ 2 സിനിമ മിസ്സായോട് കൂടിയിട്ട് പിന്നെ സിനിമയിൽ തന്നെ വിളിയേ വരാതായി, ആരും വിളിക്കുന്നില്ല. അപ്പം ഞാനായിട്ടെടുത്ത ബ്രേക്ക് അല്ല, അങ്ങനെ സിനിമ വരുന്നില്ല. സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി അന്വേഷിക്കാനും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ കല്യാണാലോചനയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പ്രഷറായി. അമ്മ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്, 25 വയസ്സായി, കല്യാണം കഴിക്കേണ്ട പ്രായമായി എന്നൊക്കെ പറഞ്ഞു. ഇന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 25 വയസ്സ് ഒന്നും അല്ലായിരുന്നു, അന്ന് കല്യാണം കഴിക്കേണ്ട പ്രായം എന്ന് പറഞ്ഞിട്ട് പ്രഷർ വന്നു. ഞാൻ പിന്നെ യെസ് അങ്ങനെ പോയി കല്യാണം കഴിച്ചു. ഒരു എന്റർടൈൻമെന്റിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം ജീവിതം. പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവും ജീവിതം എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. എന്റെ ദൈവം, ഉത്തരവാദിത്വം എന്ന് പറയില്ലേ, കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷേ ഇതിനേക്കാളും ജോലി കുറവായിരുന്നു സിനിമയിലല്ലേ. സിനിമയില് നമ്മള് രാവിലെ സെറ്റിലേക്ക് ചെല്ലുന്നു, ചായ വരുന്നു, ചോറ് വരുന്നു, പണി കുറച്ച് പണിയുള്ളൂ, ചെല്ലുക, ഡയലോഗ് പറയാ, തിരിച്ചു വന്നിരിക്കുക, രാത്രിയാകുമ്പോൾ വീണ്ടും ഫുഡ് അടിക്കുക. വളരെ സുഖമായിരുന്നു പറയില്ലേ. തിരിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് പണിയെടുക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, ഇത്രയും പണിയോ എന്ന് പറയില്ലേ. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ, അതും പറയണം. ഫാമിലി ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പണി ചെയ്തതൊക്കെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഒരു സ്ട്രഗിൾ ആണ്. പക്ഷെ അടിപൊളി ഹസ്ബൻഡാ, നല്ല കട്ടക്ക് നിൽക്കുന്ന ഹസ്ബൻഡാ. എന്ത് ഗുരുത്തൊക്കെയായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാലും പോവാന്ന് പറയും. അങ്ങനത്തെ ഒരാളിനെ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞിന് വേണ്ടി സമയം മാറ്റി വെച്ചത് കൊണ്ടാണോ സിനിമയിൽ നിന്ന് നിൽക്കേണ്ടി വന്നത്, അതേ സിനിമ നിന്നപ്പോൾ കല്യാണം കഴിച്ച് അങ്ങനെ മാറിയതാണോ ഷിഫ്റ്റിംഗ്? സിനിമ ഇല്ലാതാവുന്നത് തന്നെയാണ്. സിനിമ ഞാൻ ലാസ്റ്റ് ചെയ്തത് ആമി എന്ന് പറയുന്ന സിനിമയായിരുന്നു. അതിലും ഈ പറയുന്ന മാതിരി എന്താ പറയാ, കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ സിനിമ കമ്മിറ്റ് ചെയ്തത് തന്നെ അത് വിദ്യാബാലനായിരുന്നു ആ സിനിമയിൽ ആദ്യം. അപ്പം വിദ്യാബാലന്റെ കൂടെ ഒരു വർക്ക് ചെയ്യാന്ന് പറയുന്നത് എനിക്കറിയില്ല എന്ന് ഞാൻ ചെയ്യും എന്നുള്ളൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ കമ്മിറ്റ് ചെയ്തു. പിന്നീട് അതിനകത്ത് മഞ്ജു ചേച്ചിയായിട്ട് വന്നത്. മഞ്ജു ചേച്ചി ആയപ്പോഴും ഞാൻ ഹാപ്പിയാണ്, കാരണം അവരുടെ കൂടെ ആണെങ്കിൽ ഒരു തവണയെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു. പക്ഷേ ആ സിനിമ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നൊരു ഇതായതുകൊണ്ട് എല്ലാവർക്കും കുറച്ചേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പേഴ്സണലി എനിക്ക് തോന്നി. പക്ഷെ നമുക്കത് പറയാനുള്ളൊരു വോയിസ് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എവിടേക്കോ അവിടെ ഇവിടെ ഒരു സീനേ ഉള്ളൂ, പാട്ടിൽ അവിടെ ഇവിടേക്കൊക്കെ ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം പിന്നെ സിനിമയില്ല, സിനിമ വരുന്നില്ല, സിനിമ മാറുന്നു, സിനിമ പുതിയ ആൾക്കാരുടെ പുറകെ പോകുന്നു. പിന്നെ കുറച്ച് വർഷം നമ്മൾ ഇൻഡസ്ട്രി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള റെമ്യൂണറേഷൻ നമ്മൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ആൾക്കാരാണ് കൂടുതൽ നല്ലത് എല്ലാ രീതിയിലും. അപ്പം അങ്ങനെ മാറിക്കഴിഞ്ഞപ്പം എന്തിനാണ് ഈ ടൈം ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ സൂര്യ ടി വിയിൽ ആങ്കറിങ്ങിന് പോയി. അതിനു മുമ്പ് ഞാൻ കുറച്ച് നാൾ ക്ലബ് ഫാമിലി ജോലി ചെയ്തു ദുബായിൽ. അങ്ങനെയൊക്കെ വന്ന് സിനിമയുടെ ഒരു ഇതിൽ നിലനിൽപ്പ് വരുന്നില്ല എന്ന് കണ്ടപ്പം പിന്നെ ഫാമിലി ആവാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ വന്നതാണ്. ഇപ്പൊ ജോലി ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഇല്ല, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ ആക്ച്വലി മോനായി കഴിഞ്ഞപ്പോൾ അവന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്കൊരു മെയ്ഡിനെ വെച്ചിട്ടുള്ള ആ ഒരു കൺസെപ്റ്റിനോട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ കുട്ടി എൻ്റെ റെസ്പോൺസിബിലിറ്റി, മെയ്ഡ് വളർത്തി ആ ഒരു ഇതിലേക്ക് പോണ്ട എന്നുള്ളൊരു ചെറിയൊരു ചിന്ത ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് 3 മാസം മുതൽ, അവൻ്റെ 3 മാസം ഉള്ളപ്പോൾ തുടങ്ങി ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവൻ്റെ ഞാൻ ചെയ്ത്. അതിൽ ഞാൻ ഭയങ്കര എന്താ പറയുക പ്രൗഡ് മോമാണ്. വളർത്തി കൊണ്ടുവന്നു. അപ്പം ഇപ്പോൾ ഇയർ 1 ആവുകയാണ് ഈ വർഷം. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയായി, അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി, അവൻ്റെ എൻ്റെ ആവശ്യങ്ങൾ ഇപ്പം അവന് പറയാനറിയാം. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ എന്തുകൊണ്ട് സിനിമ ചെയ്തുകൂടാ, തിരിച്ച് ചെന്നുകൂടാ എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ ചെയ്തോ, നല്ലത് വരുവാണെങ്കിൽ ചെയ്യും, വെറുതെ പേരിന് പോയിട്ട് അവിടെ എവിടെയും ചെയ്തിട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പൊ നല്ല സിനിമ വരാണെങ്കിൽ ചെയ്യണം. അപ്പോൾ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പൊ നിൽക്കുന്നുണ്ടോ? കഥയൊക്കെ കേൾക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിന്റെ?
ഞാൻ കേട്ടിരുന്നു ചേട്ടാ, ഞാൻ 1-2 സിനിമയൊക്കെ കേട്ടിരുന്നു. ഒരു സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഷൂട്ടൊക്കെ തുടങ്ങാനായിട്ട് എല്ലാം സെറ്റ് ആയതൊക്കെയായിരുന്നു. അതിന്റെ ലൊക്കേഷൻ വന്നിട്ട് ഹിമാചൽ പ്രദേശായിരുന്നു. അപ്പോഴാണ് അവിടെ ഫ്ലഡ് വന്ന് ഫുള്ള് പ്രശ്നമായി ഷൂട്ടിങ്ങിന്റെ പെർമിഷന്. പിന്നെ ഒരു സിനിമ നടക്കാതെ വന്നാൽ പിന്നെ അത് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആ പ്രൊജക്റ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ പറഞ്ഞു നമുക്ക് പിന്നെ നോക്കാം. അവരിപ്പോൾ വേറെ സബ്ജക്റ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഞാനുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. സിനിമയാണ്, നടക്കുമ്പോഴേ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇതിനു മുമ്പും 1-2 സിനിമയുടെ കഥയൊക്കെ കേട്ടു. ഒരു നല്ല സ്ക്രിപ്റ്റ് ഞാൻ കേട്ടു, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. അപ്പം അത് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അരുണിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് നല്ല സിനിമയാണ്, പക്ഷെ ഇത് ഞാൻ ചെയ്യേണ്ട സിനിമയല്ല, നല്ലൊരു സ്റ്റാർ വാല്യൂ ഉള്ളൊരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ട സിനിമയാണ്. ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാതെ എന്നെ വെച്ച് ഇവർ ഈ സിനിമ ചെയ്തിട്ട് എവിടെ ചെന്ന് ബിസിനസ് ഉണ്ടാക്കാനോ എനിക്കറിയില്ല അത്. അപ്പം ഞാൻ തന്നെ അവരോട് പറഞ്ഞു, ഇത് ഞാൻ ചെയ്യില്ല, വെറുതെയാണ് ഇത്രയും കാശ് മുടക്കി. എനിക്ക് തന്നെ പിന്നെ അത് ഭയങ്കര വിഷമാവും, ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ട്. ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സിനിമയൊക്കെ വരുന്നുണ്ട്. നല്ലൊരു സിനിമ വന്നിരുന്നെങ്കിൽ എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ നല്ല സിനിമ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഞാൻ പോലൊരു സിനിമയുടെ ഭാഗമാകുമ്പോഴും അത് കമേഴ്സ്യലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ലൈഫ് ഓഫ് ജോസൂട്ടി അത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സിനിമ അല്ലാതിരിക്കുമ്പോഴും അത് കമേഴ്സ്യലൈസ് ചെയ്യാൻ ഒരു പരിധിവരെയെങ്കിലും ശ്രമിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അതിനൊരു അങ്ങനെ ഒരു വാല്യൂ ഉണ്ട്. ആ സിനിമയുടെ മൂഡ് കാണുമ്പോൾ തന്നെ ആൾക്കാർ അങ്ങനെയായിരുന്നു കരുതിയിരുന്നത്. ഇപ്പോൾ സിനിമ കുറേ മാറിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം ഏതായാലും ബിസിനസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിപ്പം ആടുജീവിതമാണെങ്കിലും ശരി, അത് മഞ്ഞമേൽ ബോയ്സ് ആണെങ്കിലും ആവേശമാണെങ്കിലും എല്ലാം ബിസിനസ് മോഡിൽ വർക്ക് ചെയ്താൽ നല്ലതാണ്, നല്ല സിനിമയാണെന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം തലയിലിരിക്കുന്ന പ്രോസസ്സ് അനുസരിച്ച് എന്താണ് ശരിക്കും ഈ ക്യാരക്ടേഴ്സ് എവിടെ എങ്ങനെയാണ് നോക്കുക? ബാനർ നോക്കുമോ അതെ കഥ നോക്കുമോ? ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് സീരിയസ്ലി. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഷിനിയാസ് എന്ന് പറഞ്ഞിട്ട്, ഷിനിയാസ് വന്നിട്ട് മഞ്ഞുമൽ ബോയ്സിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഷിനിയാസിൻ്റെ ഓരോ സ്റ്റാറ്റസും ഞാൻ കാണുമ്പോഴും, ഞാൻ ഈ സിനിമയുടെ ലൊക്കേഷൻ ഫണ്ടൊക്കെ ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഒരു ലേഡി ക്യാരക്ടർ പോലും ഇതിനകത്ത് കാണുന്നില്ല. എല്ലാം ഈ പറയുന്ന സൂപ്പർ വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകളല്ല, ചെറിയ ആർട്ടിസ്റ്റുകളാണ്. ഇവരെ വെച്ചുകൊണ്ട് ഈ സിനിമ എങ്ങനെ ഓടും? ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു സാധനം അതായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് അടുത്തത് ഇത് ചെയ്യുകയും ചെയ്തു. പക്ഷെ ആ സിനിമ ഞെട്ടിച്ച മാതിരി. അപ്പം എനിക്കറിയുന്നില്ല, ഞാൻ തന്നെ പറഞ്ഞു ഇതിപ്പോൾ എങ്ങനെയാണ് ഒരു സിനിമ ചൂസ് ചെയ്യേണ്ടത്? പുതിയ ആൾക്കാർ, പണ്ടൊക്കെ പുതിയ ഡയറക്ടർ വരുമ്പോൾ അയാൾ പ്രൂവ് ചെയ്യണം, എന്നിട്ട് അയാൾക്ക് നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടുള്ളൂ. ഇപ്പം പുതിയ ആൾക്കാരാണ് വന്ന് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇപ്പോൾ ചൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു സിനിമ വന്ന് ഇനിയിപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെട്ട് നല്ല ക്യാരക്ടറാണെങ്കിൽ ഞാൻ എടുക്കും. എങ്ങനെയാ മാറണമെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നല്ല കഴിവുള്ള ആൾക്കാരല്ലേ വരുന്നത്. സിനിമയുടെ മേക്കിംഗ് തന്നെ മാറിയില്ലേ? ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ മേക്കിംഗ് ഒക്കെ കാണുമ്പോൾ എന്തുവാ അത്? പഴയ ആളുകൾക്കൊന്നും ഇപ്പം ആക്ച്വലി സിനിമകളില്ല, അല്ലെങ്കിൽ അവരെടുക്കുന്ന സിനിമ ആ പാറ്റേൺ വിട്ട് വരാത്തതുകൊണ്ട് കുറേയൊക്കെ ഫ്ലോപ്പ് ആവുന്നു. അപ്പം സിനിമ ചൂസ് ചെയ്യാനായിട്ട് ഒരാളുടെ ഹെൽപ്പൊക്കെ വെക്കണം. പുതിയ ന്യൂ ജനറേഷനിലുള്ള ഒരാളുടെ ഹെൽപ്പൊക്കെ ചോദിച്ചത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് വേണമെങ്കിൽ സിനിമ എടുക്കണമെങ്കിൽ അത് വേണ്ടി വരും. പക്ഷേ ഈ കോണ്ടാക്ട്സ് ഒക്കെ തുടരുന്നുണ്ടായിരുന്നല്ലോ, ആരെങ്കിലും ഒക്കെ വിളിക്കുകയും സംസാരിക്കുകയും സിനിമയെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ഉള്ളത് ഇതിനിടെ തുടരുന്നുണ്ടായിരുന്നോ? ഉണ്ട്. ഈ പറയുന്ന പോലെ വളരെ കുറച്ച് പേരെ എനിക്കിപ്പോഴും പഴയ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു വരുന്നുള്ളൂ, വളരെ കുറച്ച് പേര്. അപ്പം ഇവരെല്ലാം ദുബായിലൊക്കെ വരുമ്പം എന്നെ ഇപ്പം എല്ലാവർക്കും അറിയാം ഞാൻ ദുബായിലുണ്ടെന്നുള്ള കാര്യം. വരുമ്പോഴൊക്കെ മെസ്സേജ് ഇടും, ആ ജ്യോതി ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ, നമുക്ക് കാണാം. ഞാൻ പലരെയും കാണാറുണ്ടായിരുന്നു. ഇപ്പം ജീതു ചേട്ടൻ, ലിൻഡ ചേച്ചിയൊക്കെ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയി കണ്ടിരുന്നു. ജോഷി സാറിനെ കണ്ടിരുന്നു, ദിലീപേട്ടനെ കണ്ടിരുന്നു, കുറേ പേരെ കണ്ടിരുന്നു. പിന്നെ സുരേഷ് ചേട്ടൻ പിന്നെ ഫാമിലി ഫ്രണ്ടും കൂടാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണും. കുറേ പേരിനെ കാണുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന മാതിരി ചാൻസ് ചോദിക്കുന്നതാണ് ഒരു പ്രശ്നം. എന്താണെന്നറിയില്ല, അതൊരു എന്താ അറിയില്ല, ചോദിക്കാനൊരു ബുദ്ധിമുട്ടാണ്. എപ്പോഴും ചെന്നിങ്ങനെ ചോദിക്കാൻ എനിക്കൊരു ചാൻസ് തരുമോ എന്ന് പറയണതിനോടൊരു ബുദ്ധിമുട്ട്. പകരം ഞാനിങ്ങനെയൊക്കെ പറയും, ഞാൻ തിരിച്ചു വരാനുള്ള പ്ലാനൊക്കെ ഉണ്ട് പറയും. ഒരു ആള്, അത് എൻ്റെ അരുണിൻ്റെയും വളരെ ക്ലോസ് ആയിട്ടുള്ള ആളാണ്, ഡയറക്ടറാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി അരുണിൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഇനി ഇവിടെ അഭിനയിക്കാൻ വിടുന്നുണ്ടോ? അപ്പോൾ അരുൺ ചോദിച്ചു അതെന്താന്ന് പറഞ്ഞു, എന്തിനാ ഇനി അഭിനയിക്കാൻ പോകുന്നത്? നമ്മൾ നല്ല ഫാമിലി ഒക്കെ ആയി കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് അങ്ങ് സെറ്റിൽ ആവാം, എന്തിനാ ഇനി വീണ്ടും തിരിച്ചെത്തിയാ? അതെനിക്ക് ആക്ച്വലി ഒരു എന്താ പറയാ, ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാള്, ആർട്ടിസ്റ്റുകളിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ട ഒരാള് എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചു എന്ന് എനിക്ക് അറിയില്ല. അതെനിക്ക് ആക്ച്വലി പേഴ്സണലി കുറച്ച് വിഷമായി. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഫാമിലി ലൈഫ് നഷ്ടമാവോ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ? അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. രണ്ടും കൊണ്ടുപോകുന്ന എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് നമ്മുടെ എല്ലാ ഇൻഡസ്ട്രിയിലും.
അതെനിക്കൊരു ഇതായി. അതിനുശേഷം പിന്നെ ഞാൻ പുള്ളിയെ കാണുമ്പോൾ ഞാൻ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രം ഞാൻ പറയാറില്ല. ഞാനിവിടെ ഉണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും എന്ന് പറയും. പക്ഷെ ബാക്കി ഈ പറയുന്ന മാതിരി പലരും ഉണ്ട്, നമുക്ക് വളരെ സ്വാതന്ത്ര്യമുള്ള ആൾക്കാരുണ്ട്, ചോദിക്കാം എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല സിനിമയിൽ എന്നൊക്കെ ചോദിക്കാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യത്തെ 1-2 തവണയൊക്കെ എനിക്ക് മനസ്സിലായി, അയ്യോ ജ്യോതിക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറൊന്നും ഇതിനകത്തില്ല, തിരിച്ചു വരുമ്പോൾ നല്ല അടിപൊളി ക്യാരക്ടർ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി, നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നശിപ്പിക്കാതെ ഒരാളിനെ എങ്ങനെ ഒഴിവാക്കാം എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡയലോഗാണ് ഇത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റുന്നതൊന്നും ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ. ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ, ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ എന്നൊക്കെ. അപ്പം എൻ്റെ സിനിമയിൽ ഇനി എപ്പോഴെങ്കിലും തിരിച്ചു വരാനുള്ളൊരു യോഗം എൻ്റെ തലയിലുണ്ടെങ്കിൽ തിരിച്ചു വരും. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫുമായിട്ട് ദുബായ് അടിപൊളി നഗരം, അവിടെ ഇല്ലാത്തത് എന്താണുള്ളതെന്ന് അറിയില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡാൻസ് സ്കൂൾ ചെയ്യാം, അല്ലെങ്കിൽ ബോട്ടിക് തുടങ്ങാം, അങ്ങനത്തെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങനെ ലൈഫ് ഹാപ്പി ആയിട്ട് അങ്ങ് പോകും. അതൊക്കെ ഇഷ്ടമാണല്ലേ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രസ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ പ്രാന്ത് ഷോപ്പിങ്ങിനോടും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് എനിക്ക് ആക്ച്വലി അരുൺ അത് തുടങ്ങി തരാത്. അരുൺ പറഞ്ഞു, ഞാനിതിട്ട ഇതിൽ പകുതി ഡ്രസ്സ് നീ തന്നെ എടുത്തുകൊണ്ട് പോകും. പക്ഷേ ഇഷ്ടമാണ്. ലൈഫിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന്, അതായത് ഒരു വീട്ടമ്മ റോളിലിരുന്ന് ജീവിതം അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുള്ള ആളല്ലേ. എനിക്ക് ആക്റ്റീവായിട്ടിരിക്കാൻ ആഗ്രഹമുണ്ട്. സിനിമയാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യണം. ഒരു നല്ല ആർട്ടിസ്റ്റാണ്. ഇപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞില്ല, ഇപ്പോഴും ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ റോസ് എന്നല്ലാതെ ആക്ട്രസ് ജ്യോതി കൃഷ്ണ എന്ന് പറയുന്ന ഒരു ലേബലിലേക്ക് എത്തിയിട്ട് പിന്നെ സിനിമ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരു സിനിമയെങ്കിലും നമുക്ക് അത്രയും നന്നായിട്ട് ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു കാര്യം. അത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. അപ്പം ആ ഒരു സാധനം ചെയ്യണം എന്നുണ്ട്. കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അതിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് അങ്ങനെയൊന്നുമില്ല. കിട്ടിയാൽ കിട്ടി, എന്നിട്ട് പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ ഇപ്പുറത്ത് വേറെ ഓപ്ഷൻ ഓപ്പൺ ആണ്, നമ്മൾ അതിലേക്ക് പോകും. അത്രയേ ഉള്ളൂ. ഈ നായിക ആയതിൻ്റെ ഒരു വെയിറ്റേജ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ചിലർക്ക് ചൂസ് ചെയ്യാത്തതായിരിക്കുമോ? നമുക്ക് തന്നെ നമ്മുടെ ലിമിറ്റേഷൻസ് അറിയാം. ഇപ്പൊ തിരിച്ചു വരുമ്പോൾ നായികയായിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി അല്ല ഇപ്പോൾ ഉള്ളത്. സിനിമ തന്നെ മാറി. എനിക്ക് നായികയായിട്ട് വരണം എന്ന് പറയാൻ തോന്നില്ല. എനിക്ക് തന്നെ ഉളുപ്പ് തോന്നുന്നു അങ്ങനെയൊക്കെ പറയാനായിട്ടൊന്നും അറിയില്ല. ഞാൻ നല്ല ക്യാരക്ടേഴ്സാണ് നോക്കുന്നത്. നമ്മുടെ സിനിമയിലെ നായികയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എപ്പോഴും കണ്ടിട്ടുള്ളത് ക്യാരക്ടർ റോൾസിന് തന്നെയാണ്. അത് ഞാനുള്ളപ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് കണ്ടിട്ടുള്ളത്. അങ്ങനെ നായികയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അതൊക്കെ ഇപ്പോൾ വളരെ റെയർ ആയിട്ട് ഇപ്പോൾ ഉള്ളൊഴുക്ക് അങ്ങനത്തെ സിനിമകൾ വരുന്നത് അത് ഒരു 25 എണ്ണത്തിലോരെണ്ണോ അല്ലെങ്കിൽ ഒരു 50 എണ്ണത്തിലോരെണ്ണോ. അതിലും ഒരാളിലല്ല ഫോക്കസ് ചെയ്യുന്നത്. എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായ വെയിറ്റേജ് ഉണ്ട്. ലീഡ് ചെയ്യുന്നു മാത്രമേ. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഞാൻ പറയാനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം ഇപ്പോഴത്തെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ നായികയേക്കാൾ കൂടുതൽ പല സിനിമകളിലും ക്യാരക്ടർ റോൾസിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എനിക്ക് അതുപോലത്തെ KPS ലളിതാമ്മയെ പോലെ, സുകുമാരി അമ്മയെ പോലെ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റായിട്ട് എന്നോട് സിദ്ധാർത്ഥ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. സിദ്ധാർത്ഥ ഞാൻ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ജ്യോതി നീ പോകുന്ന റൂട്ട് തെറ്റാണ്, നീ എൻ്റെ അമ്മയെ കണ്ടുപഠിക്കുക. അമ്മയൊക്കെ നിന്ന പോലെ എന്നും നിനക്ക് സിനിമയിൽ നിൽക്കാം, നായികയായിട്ട് നോക്കിയാനേ നിൽക്കരുത്. അന്ന് ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞാനിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ശരിയാണ്. പക്ഷെ അന്നത്തെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ നായികയല്ലേ, ഞാൻ നായിക ക്യാരക്ടേഴ്സ് അല്ലേ ഞാൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു സാധനം ഉണ്ട്. പക്ഷെ ഇപ്പൊ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് സത്യമാണ്. അങ്ങനെ നിൽക്കുന്നവർ എന്നും സിനിമയിലുണ്ട്. നായികയ്ക്കൊരു പരിധി കഴിയുമ്പം നായിക പതുക്കെ വീണ്ടും പിന്നെ ഇപ്പൊ കണ്ടില്ലേ, ഞാൻ തിരിച്ച് ക്യാരക്ടർ റോളിലേക്കല്ലേ തിരിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെ മാറ്റങ്ങളുണ്ട് ഒത്തിരി. ഈ അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം പറയാറുള്ള ഒരാളാണ്, ലൈവൊക്കെ വരാറുണ്ട്. ആ സമയത്തൊക്കെ പേടിയില്ല, ഈ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലും ഈ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ ചില തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുന്നവർക്കൊക്കെ നിൽക്കാൻ പറ്റാത്തൊരു സ്പേസും കൂടെ ഉണ്ട്. അപ്പോൾ അഭിപ്രായം തുറന്നു പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ സിനിമ അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഞാൻ ഭയങ്കര തൻ്റെയോടുള്ള ഒരാളായിരുന്നു, അതാണ് ഞാൻ പറയുള്ളൂ. കല്യാണത്തിന് മുൻപ് വരും വരായികകളെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കില്ലായിരുന്നു. എനിക്ക് എന്താ അപ്പം തോന്നുന്നു അപ്പം തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരാളായിരുന്നു. ആ ഒരു സാധനം എൻ്റെ കരിയറിൽ ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് വരുത്തിയിട്ടുണ്ട്. ഒരു ഇൻസിഡൻറ്റ്, ഞാൻ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ
വലിയൊരു ആക്ടർ ലൈവിലിരുന്നിട്ട് എൻ്റെ പേര് പറയാതെ എന്നെ ചീത്ത വിളിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇത് രസം എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന വ്യക്തിയോട് സംസാരിച്ചിട്ട് പോലുമില്ല, എനിക്ക് പേഴ്സണലി ഒരു ഇതുപോലുമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിനോട് എതിരഭിപ്രായമുള്ളതുകൊണ്ട് മാത്രം എന്നെ കയറി ലൈവിൽ കയറി ചീത്ത വിളിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം പലപ്പോഴും പറയുന്ന പോലെ പലരും പറഞ്ഞിട്ടുള്ളതാണ്, സിനിമയിൽ നിന്ന് അവസരങ്ങൾ എനിക്ക് വളരെയധികം കുറഞ്ഞിട്ടുള്ളതും എൻ്റെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, പക്ഷേ എൻ്റെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. അത് ഞാൻ മനസ്സിലാക്കി. പക്ഷെ കല്യാണം കഴിയുമ്പോൾ പണ്ട് എനിക്ക് എന്നെയും എൻ്റെ ഫാമിലിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പം അതല്ല. അപ്പുറത്ത് അരുൺ എന്ന് പറയുന്ന വ്യക്തി, അരുണിൻ്റെ ഫാമിലി, ഈ പറയുന്ന അഭിപ്രായങ്ങൾ ഈ പറയുന്ന ഫാമിലിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് അത് ശരിയായ കാര്യമല്ല. അവരും പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാരാണ്. എൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ച് അവരോട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ പറയേണ്ട ആവശ്യം ആക്ച്വലി അവർക്കില്ല. അത് ഞാനായിട്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ്. അതൊക്കെ എനിക്ക് ഇവൻച്വലി മനസ്സിലായതുകൊണ്ട് ഇപ്പം ഞാൻ അഭിപ്രായങ്ങളെക്കുറിച്ചോ എനിക്ക് ഒരഭിപ്രായം എവിടെയില്ല, എനിക്കിങ്ങനെ സമാധാനമായിട്ട് ജീവിച്ചു പോയാൽ മതി എന്ന്. ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ ചേട്ടാ, നമ്മൾ എവിടെ എന്ത് അഭിപ്രായം പറഞ്ഞിട്ട് എന്താണ് കാര്യം? എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടോ? ഒരു 2-3 ദിവസം നമ്മളെ കുറച്ചേരം എയറിൽ കൊണ്ടുപോയി നിർത്തും, അടുത്ത സബ്ജക്റ്റ് കിട്ടുമ്പോൾ അടുത്തതിൻ്റെ പുറകെ പോകും. നമുക്ക് ഈ ഉണ്ടായ ചിത്തപ്പേര് മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ കിടക്കുന്നല്ലാതെ നാളെ നല്ലൊരു സാധനം ഉണ്ടായാലും ഈ പൊട്ട സാധനങ്ങൾ എടുത്തിട്ട് ആൾക്കാർ നമ്മളെ കല്ലെറിയാൻ വരുള്ളൂ. അപ്പം അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. ഇപ്പം എനിക്ക് അങ്ങനെ തുറന്നടിച്ച് പറയുന്ന അഭിപ്രായങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആങ്കറിങ് പ്രൊഫഷൻ ആയിരുന്നതുകൊണ്ട് ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പോൾ നമ്മുടെ പ്രൊമോഷൻസൊക്കെ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ, ഷൈൻ ടോം ചാക്കോ ഒക്കെ നമ്മുടെ ഹീറോസാണ്. കാരണം നമ്മുടെ പ്രൊമോഷൻസിനെ ഏറ്റവും കൂടുതൽ ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇൻ്റർവ്യൂയിങ് സ്റ്റൈലിംഗ് എല്ലാം മാറി. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ പലതരത്തിലാണ് മാറിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആഫ്റ്റർ കോവിഡ് ആണ് ഈ മാറ്റം വരുന്നത്. നിങ്ങൾ അതിന് മുമ്പാണ് പ്രൊഫഷൻ വിട്ടുപോയ ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ നോക്കിക്കാണുമ്പോൾ എന്താണ് അതിനെ കുറിച്ചുള്ളൊരു ഒബ്സർവേഷൻ? എന്താണ്? ഞാനൊരു നല്ല ആങ്കർ ആയിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഫീൽഡും ആയിരുന്നു ആങ്കറിങ്. സത്യം പറയാലോ, കാശിന് വേണ്ടിയിട്ട് പോയി ചെയ്തതായിരുന്നു ആങ്കറിങ്. എനിക്ക് വരുമാനം ഒന്നുമില്ലാതായി, സിനിമയിൽ നിന്നും ഇല്ലാണ്ടായി. സിനിമയിൽ വരുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അതാണ്. നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല, ഓപ്ഷൻ ബി ഉണ്ട് അവരുടെ കയ്യിൽ, ഇതില്ലെങ്കിൽ അത്. അന്ന് അങ്ങനെയല്ല, സിനിമ വരുമ്പോൾ സിനിമ മാത്രം, ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ള മൈൻഡ് സെറ്റ് ഒന്നും അന്നില്ല. അപ്പോഴാണ് സൂര്യ ടി വിന്ന് കറക്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു കോള് വരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഡബിൾ മൈൻഡ് ആയിരുന്നു, ദൈവം ഇത് ഞാൻ ചെയ്ത് കുളവാക്കാനാണല്ലോ പോകുന്നതെന്നുള്ളത്. പിന്നെ ദൈവം അനുഗ്രഹിച്ച് അവിടെ പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടായിരുന്നില്ല. ചെല്ലുന്നു, നമ്മൾ ഇൻട്രൊഡക്ഷൻ, അവർ സ്ക്രിപ്റ്റ് ഉണ്ടാവും, തരുന്നു, ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഗസ്റ്റ് വരുമ്പം 1-2 ചോദ്യങ്ങളേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം പാറ്റേൺ ആണ്. കാരണം കുട്ടികളുടെ പെർഫോമൻസ് ആണ്, അതിനെക്കുറിച്ച് പറയാം, അഭിപ്രായം ചോദിക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആങ്കറിങ് വൈസ് നോക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ എത്രത്തോളം നല്ലൊരു ആങ്കറായിരുന്നു എന്ന്. ഇപ്പോഴത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ പൊളിയല്ലേ, അടിപൊളി ക്വസ്റ്റ്യൻസ്. എന്താ പറയാ, ചിലവരുടെയൊക്കെ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ എങ്ങനെയാണ് അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ ഇത്രയും ക്ഷമയോടുകൂടി മറുപടി പറയണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞ മാതിരി ധ്യാൻ്റെ ഒക്കെ നമുക്കുണ്ടല്ലോ ഭയങ്കര സ്ട്രെസ് റിലീസാണ് ധ്യാൻ്റെ ഇന്റർവ്യൂ. ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഞാൻ ധ്യാൻ്റെ ഇന്റർവ്യൂ ആണ് ഇമ്മാരി ചിരിക്കാനായിട്ട് ഉണ്ടല്ലോ. അപ്പം ഇന്റർവ്യൂവിൻ്റെ ഒരു സ്റ്റൈലൊക്കെ മൊത്തത്തിൽ മാറി, ആങ്കേഴ്സ് ആണെങ്കിലും. പിന്നെ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനായിട്ടില്ല, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പല ഇന്റർവ്യൂസും. പക്ഷെ ചിലത് കാണുമ്പോൾ ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ പെർഫോമൻസ് ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഫിലിം പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു ജോലിയുടെ ഭാഗമാണ്, കരാറിൽ കൂടെ ഉള്ളൊരു ജോലിയുടെ ഭാഗമാണ്. അപ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസിന് കുറച്ചുകൂടെ കയറ്റം വരും. ഇപ്പോൾ ധ്യാൻ്റെ സ്ട്രാറ്റജി നമുക്ക് എല്ലാവർക്കും അറിയാം. ധ്യാൻ ശരിക്കും ധ്യാനെ തന്നെ ട്രോൾ ചെയ്യുകയോ വീട്ടുകാരെ ട്രോൾ ചെയ്യുകയോ ചേട്ടനെ ട്രോൾ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് ധ്യാൻ മുൻപോട്ട് പോകും. ഷൈൻ സ്വയം തന്നെ ട്രോൾ ചെയ്യും. പിന്നെ കാര്യങ്ങളിൽ ഷൈൻ തന്നെ ഉണ്ടാക്കുന്ന ചില സാധനങ്ങളുണ്ട് ഇത് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതും ഒരു ആർട്ടായിട്ട് ശരിക്കും മാറുന്നുണ്ട്. ഫിലിം പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു പ്രൊമോഷണൽ ആർട്ടാണ് ഈ പറയുന്ന ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. ചില കല്ലുകടികളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഇതൊരു സ്പെഷ്യൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാറുന്നില്ലേ? അതായത് അപ്പാർട്ട് ഫ്രം സിനിമയുടെ ഭാഗം അല്ലാതെ തന്നെ ഇൻ്റർവ്യൂസ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ധ്യാനൊക്കെ അഭിപ്രായം അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഇൻ്റർവ്യൂസ് കാണുന്നവരൊക്കെ ഇൻ്റർവ്യൂസ് മാത്രമേ കാണുന്നുള്ളൂ, സിനിമ കാണുന്നില്ല. അപ്പോൾ അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാറുന്നില്ലേ? അതിനെ എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്? അതൊരു കഴിവല്ല ആക്ച്വലി, അവരുടെ ഭയങ്കര ഒരു ആർട്ട് തന്നെയാണ് അത് എനിക്ക് തോന്നുന്നില്ല അവരത് ഫേക്ക് ചെയ്യുന്നതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഈ പറയുന്ന ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ ധ്യാനെയും ഷൈനെയും
മാക്സിമം ബേസിലിന് വരെ നമ്മൾ എത്തും. നാലാമത് അഞ്ചാമത് നമുക്ക് ഓപ്ഷൻസ് വരുന്നില്ല. അപ്പം ദാറ്റ് മീൻസ് അത് അവർ അങ്ങനെയാണ്, ജെന്യൂൻ ആണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് സിനിമയുടെ ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കയ്യിൽ നിന്ന് കൂടുതൽ ഇടുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് അങ്ങനെയാണ്, അവർ അങ്ങനെയാണ്. ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും വന്നിരിക്കുന്നുണ്ട്, എത്ര കോമഡി പറയാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം ശ്രമിച്ചാൽ പോലും ചിലത് ചളിയായി പോകും. എന്നെ കൊണ്ട് കോമഡി പറയാൻ പറ്റില്ല കേട്ടോ. എനിക്കൊരു ഇന്റർവ്യൂവിന് സ്ക്രിപ്റ്റ് തന്നാൽ പോലും ഞാൻ ചെയ്യുന്ന കയ്യിൽ നിന്ന് പോകും. അപ്പം അത് അവരുടെ ഒരു കഴിവ് തന്നെയാണ്. അതിന് വേണ്ടി ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം എല്ലാവരും കാണുന്നവര്. ഇതുകൊണ്ട് മാത്രം സിനിമ പോയി കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ആളുകൾക്കെല്ലാം അറിയാം. ഇന്റർവ്യൂ കാണുന്നു, അത് എൻജോയ് ചെയ്യുന്നു. ഒരു സിനിമയുടെ റിവ്യൂ വരുന്നു, റിവ്യൂ കേട്ടിട്ട് തന്നെയാണ് എല്ലാവരും സിനിമ കാണാൻ പോകുന്നത്. നല്ലതാണെങ്കിൽ നല്ലതാണെങ്കിൽ പോയി കാണും, പൊട്ടയാണെന്നുണ്ടെങ്കിൽ അത് എത്ര സൂപ്പർ ഹിറ്റ് മീൻസ് ബിഗ് ബഡ്ജറ്റ് പടമാണെങ്കിലും നമ്മൾ പോയി കാണില്ല. പിന്നെ ഇതൊക്കെ ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ വലിയ പ്രായമൊന്നും ആയിട്ടില്ല എനിക്ക്. എന്നാലും ഞാൻ പറയാം, ഞാൻ 7 വർഷമായിട്ടുള്ളൂ മാറി നിൽക്കുന്നത്. പക്ഷെ ഞങ്ങളുള്ള സമയത്ത് ഇതുപോലെ ആയിരുന്നില്ല. ഇന്റർവ്യൂസ് ചാനൽസ് ആയിരുന്നു, എല്ലാ TV ചാനൽസും വന്നിരിക്കും, നമ്മളതിന് ഒരു ദിവസം പറഞ്ഞ് എല്ലാവരുടെ ഇന്റർവ്യൂ. ഇപ്പം അങ്ങനെയല്ല, ചാനൽസ് വളരെ കുറവും ഓൺലൈൻ മീഡിയാസ് ആണ്. പിന്നെ ഇപ്പം ഞാൻ കണ്ടുവരുന്ന ഒരു സാധനം, എനിക്കൊന്നും അതൊരു എക്സ്പീരിയൻസ് പോലും ഇല്ല. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ ക്യാമറയും കൊണ്ട് ഇങ്ങനെ കുറേ പേര്, അങ്ങനെയൊന്നും എനിക്കൊന്നും ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ല. ആരെങ്കിലൊക്കെ വന്ന് ഇപ്പോഴും ദുബായിലൊക്കെ ചേച്ചി ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതന്നെ ഇപ്പോൾ ഒരു ഇത്രയും വർഷമായിട്ട് എന്നെയൊക്കെ ഓർക്കുന്നുണ്ടല്ലോ എന്ന് പറയില്ലേ, അതൊക്കെ ഒരു വലിയ സംഭവമാണ്. പക്ഷെ ഇവർക്കൊക്കെ തന്നെ ഇപ്പം ഇങ്ങനെ നമ്മൾ ബോളിവുഡിലൊക്കെ കാണുന്ന സംഭവം ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഫോണൊക്കെ കൊണ്ട് ഒരു മിനിമം 20 ക്യാമറയെങ്കിലും കാണും നമ്മുടെ നാട്ടിലും. ഫീൽ തന്നെയാട്ടോ, നമുക്ക് തന്നെ ഒരു ഫീൽ അല്ലോ, ഞാൻ എന്ത് സംഭവമാണ് എന്ന് പറയണ ഒരു സംഭവമില്ലേ. അതെ 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 അതെ, ഭയങ്കര ഒരു രസമുള്ളൊരു നടപ്പാണത്. അത് കാണുന്നത് നമുക്കൊരു സുഖമാണ്. എല്ലാരും നോക്കില്ലേ, ഓ അതാ പോകുന്നു ഇന്നാള് എന്ന് പറയും. ഇതന്നെയെന്നോ ഇതുവരെ ഞാനിപ്പോ ഈ തൃശ്ശൂര് എവിടെയൊക്കെ നടക്കുന്നുണ്ടെന്നറിയോ. ഞാൻ കുറച്ചുകൂടെ വളരാനുണ്ട്, ഇനി കുറച്ചുകൂടെ സിനിമയൊക്കെ ചെയ്തിട്ട് വേണം. ഈ കാലഘട്ടത്തിലെ സിനിമയിലേക്ക് വരും, നിങ്ങൾക്കും ഒരു 19 ക്യാമറയൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റും. അതിലേക്ക് വരാൻ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സിനിമ നമ്മൾ കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഭ്രമയുഗം പോലും നമുക്ക് കമേഴ്സ്യലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഉള്ളൊഴുക്കം എന്ന് പറയുന്നത് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ആർട്ടാണ്. പക്ഷെ അതും നമ്മൾ തിയേറ്ററിൽ സക്സസ് ആക്കുന്നുണ്ട്. അപ്പോൾ മാറിയൊരു സാഹചര്യത്തിൽ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടല്ലേ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ആണ്. പഴയ പോലത്തെ ഓഡിയൻസ് അല്ല, വ്യൂവേഴ്സ് അല്ല, ഒത്തിരി മാറി. പുതിയ പിള്ളേരുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മെന്റാലിറ്റി കൂടുതൽ വന്നു. ഇപ്പം ഫാമിലി ഓഡിയൻസ്, പണ്ട് ഫാമിലി ഓഡിയൻസ് ആയിരുന്നു കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെ ഒരു ചിന്തയില്ല. ഇപ്പം ഈ ജോസൂട്ടിയൊക്കെ അവിടെ റിലീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു 1-2 സീൻസ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് വൾഗർ ഡയലോഗ്സ് ഉണ്ടായിരുന്നു അതിനകത്ത്. ഈ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ട് ആ സിനിമ 18+ വരും. അപ്പൊ ഫാമിലി കയറില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഒത്തിരി സീൻസ് കട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഈ കാണുന്ന പലർക്കും ഈ സംഭവം മനസ്സിലാവില്ല. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഏതൊരു സിനിമ, വലിയ സിനിമ റിലീസ് ആകുമ്പോൾ 18+ ആയിട്ട് തന്നെ ഇറക്കും അവര്. വരണ്ട ഫാമിലി കുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് തന്നെ വന്ന് കാണേണ്ട സിനിമയാണെങ്കിൽ. അപ്പം ആ ഒരു ചിന്ത മാറി, ഫാമിലി ഓഡിയൻസിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് മാറി. ന്യൂ ജനറേഷൻ തന്നെയാണ് ഇപ്പോൾ കൂടുതലും സിനിമയെ നിലനിർത്തിക്കൊണ്ടു പോകണമെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. അവരുടെ ഒരു ഇത് തന്നെയാണ്. ചിലർ കണ്ടവർ തന്നെ 2, 3, 4 പ്രാവശ്യമൊക്കെ ഒരു സിനിമ കയറി കാണുന്നുണ്ട്. അപ്പം അവർക്ക് ഇപ്പം ഹോളിവുഡ് സിനിമകളെ കുറിച്ച് നല്ല അറിവുണ്ട്, ലോകത്ത് നടക്കുന്ന എല്ലാ നല്ല സിനിമകളെ കുറിച്ചും അറിവുണ്ട്. അപ്പം ഇപ്പം ഇന്നാള് പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂല് അത്തീന എന്ന് പറഞ്ഞിട്ടൊരു മൂവിയെ കുറിച്ച് പൃഥ്വിരാജ് സംസാരിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ സിനിമ എത്ര പേര് കണ്ടെന്നറിയോ? ഞെട്ടിപ്പോയി ആ സിനിമ കണ്ടിട്ട്. ചേട്ടൻ കണ്ടായിരുന്നോ? യു ഷുഡ് വാച്ച്. എന്റെ ദൈവമേ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് ഷോട്ട് എടുത്തിരിക്കുന്നത് 11 മിനിറ്റ് ആണ് കണ്ടിന്യൂസ്. അത് ആ ഷോട്ട് എങ്ങനെ എടുത്തിരിക്കുന്നു നമുക്ക് മനസ്സിലാവില്ല എന്ന് പറയില്ലേ. അങ്ങനത്തെ ഒരു സിനിമ മേക്കിങ്ങും അതിനകത്ത് കിടക്കുന്നുണ്ട്, നെറ്റ്ഫ്ലിക്സിലാണ് ഉള്ളത്. അപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. അപ്പം ലോകത്ത് നടക്കുന്ന ഒരുവിധം എല്ലാ സിനിമകളെ കുറിച്ച് ഇപ്പം നമ്മൾക്ക് അറിവാവാൻ തുടങ്ങി. ആ ഒരു അറിവ് തന്നെയാണ് ഇവിടെ ഈ പരീക്ഷണങ്ങൾ വിജയിക്കാനുള്ള കൂടുതൽ അവസരങ്ങളും ആവുന്നത്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന, ഇങ്ങനെ ഒരു സിനിമ എടുത്താൽ ഇങ്ങനെ വരും എന്ന് പറയുന്നത്. ഇപ്പം പുതിയതായിട്ട് മറ്റേ ഗഗനചാരി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സിനിമ വന്നിട്ടുണ്ട്. ഒരു 10 കൊല്ലം മുമ്പ് ഇറങ്ങിയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമായിരുന്നു? ഇന്നും വലിയ പാടാണ് സക്സസ് ആക്കുക എന്ന് പറയുന്നത്. പക്ഷേ സക്സസ് ആയി. അതെ, എങ്കിലും അത് എന്തുകൊണ്ട് സക്സസ് ആവുന്നു? നമ്മൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്.
ഞാനൊക്കെ ആദ്യം ഈ മാർവൽ മൂവീസ് ഒക്കെ കാണുമ്പോഴും സൂപ്പർമാൻ ഞാൻ പറയും എവിടെ നടക്കാത്ത കുറെ സംഭവങ്ങൾ കൊണ്ടുവന്നു ഇവന്മാര് ചെയ്യുമ്പോൾ മാത്രം അത് എന്താന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ മിന്നൽ മുരളി ഇറക്കിയില്ലേ, ഇപ്പൊ നമുക്ക് മിന്നൽ മുരളി ഉണ്ട്. നമുക്ക് ആ ഒരു സ്റ്റേജിൽ എത്തി തുടങ്ങി. ഇനിയും മാറും. വിത്തിൻ 5 years ഇതിലും വലിയ മാറ്റങ്ങളായിരിക്കും ഇനി സിനിമയിൽ സംഭവിക്കാൻ പോകുന്നത്. അത് മാറുന്ന പ്രേക്ഷകൻ തന്നെയാണത്. ജനറേഷൻ പഴയ ജനറേഷൻ ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ, ബാക്കിയെല്ലാം ന്യൂ ജനറേഷൻ. ഗഗനചാരിയുടെ സ്പിൻ ഓഫ് ആണ് എനിക്ക് തോന്നുന്നു. അരുൺ ചന്തു ചെയ്യുന്ന മണിയം ചിറ്റപ്പൻ എന്ന് പറഞ്ഞ സുരേഷ് ഗോപി വെച്ചിട്ടൊരു സാധനം വരുന്നുണ്ട്. അതിൻ്റെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ കുറേ കൂടെ മാറും. ഇതിനേക്കാളും നല്ലൊരു അനുഭവമായിരിക്കും തരുന്നതെന്ന് തോന്നുന്നു. ഈ സിനിമകളുടെയൊക്കെ ഭാഗം നിങ്ങളും ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് കുറേ ക്യാമറകൾ ഇങ്ങനെ പിന്തുടരുന്ന നായികയായിട്ട് ഇന്നെ ഇന്ത് കാണിക്കാനോ അങ്ങനെ ഇങ്ങനെ കുറെ ചീത്ത വരൂലേ. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. അങ്ങനെ ക്യാമറ വന്ന് ചുറ്റിനും വരാനുള്ളതല്ല, അതല്ല ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. കുറെ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുക, മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റുക, ആ ക്യാരക്ടർ അടിപൊളിയായിരുന്നു എന്ന് പറയാൻ പറ്റുക. ഈ അടുത്ത് നമ്മുടെ ഇന്നസെന്റ് അങ്കിൾ മരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പം ഞങ്ങളുടെ സർക്കിളിലുണ്ടായിരുന്നു, പുള്ളിയുടെ ഏത് ക്യാരക്ടറാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ എണ്ണി ഉണ്ടല്ലോ എത്ര സിനിമയാണെന്നറിയോ. അതാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് 1 or 2 അല്ല പറയേണ്ടത്, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര നല്ല ക്യാരക്ടർ ചെയ്യാൻ പറ്റാണ്. അവരൊന്നും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇതൊക്കെ ഞാൻ ഒരു ഫൺ പാർട്ടായിട്ട് പറഞ്ഞ കേട്ടോ ഈ കുറെ ക്യാമറ വരുന്നത്. അതൊരു രസമാണ്, അത്രേ ഉള്ളൂ. ഒരു ഫീലൊക്കെ തരും നമുക്ക്, അത്രേ ഉള്ളൂ. ഹലോ ഹായ്, ഹൗ ആർ യു? അവിടെ തന്നെയാണോ പഠിക്കുന്നത്? അവിടെ തന്നെ പഠിക്കുന്നത്. ബ്രിട്ടീഷ് കരിക്കുലാണ്, ദുബായ് സ്കോളേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോ ഇയർ 1ലേക്കാവും. ഓ, അപ്പൊ അതിന് മുമ്പ് വെക്കേഷൻ ടൈമിൽ വന്നിരിക്കുന്നതാണ്. അല്ല, അതിന് മുമ്പ് എന്താ പഠിക്കേണ്ടേ? പ്രീ സ്കൂൾ ഉണ്ടോ? ആ ഉണ്ട്, നമ്മുടെ KG1 KG2 പോലെ തന്നെ FS1 FS2 ഉണ്ട്. ഇനിയിപ്പോ ഇയർ 1ലേക്ക്. എന്തൊക്കെയാ ആക്ടിവിറ്റീസ്? ഭയങ്കര സൈലന്റ് ആണെന്ന് തോന്നുന്നു. ഒരിക്കലും അല്ല, ഭയങ്കര വയലന്റ് ആണ്. പക്ഷെ നല്ല കുട്ടിയാട്ടോ, ഞാൻ മോനായിട്ട് പറയുന്നല്ല. കമ്പയർ ടു കുറെ കുട്ടികളെ നോക്കുമ്പോൾ അവൻ്റെതായിട്ടുള്ള ഒരു ഡീസന്റ് ആണ്, അലമ്പുണ്ടാക്കത്തില്ല, സിറ്റുവേഷൻ നോക്കിയിട്ടൊക്കെ നിൽക്കുള്ളൂ. പക്ഷെ ആക്റ്റീവ് ആണ്. കോമിക്കാണോ? എന്തൊക്കെയാ ഇഷ്ടപ്പെടുന്നോ? അതില്ല, കോമിക്സിലേക്കൊന്നും എത്തിയിട്ടില്ല. നമ്മൾ ഈ യൂട്യൂബിൽ കാണുന്ന കുറച്ച് ആംഗ്രി ബേർഡ്സ് അങ്ങനത്തെ, പിന്നെ അവിടുത്തെ കുറെ ഇതുകളുണ്ട്, ബ്ലാഡ് ആൻഡ് നിക്കി, ഡയന റോം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ കാണാനാണ് ഭയങ്കര ഇഷ്ടം. പാട്ടൊക്കെ പാടുമോ? പാട്ട് പാടൂല, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സദസ്സിൽ പാടൂല, അല്ലെങ്കിൽ പാടും. യു സിംഗ് എ സോങ്? നോ. അപ്പൊ എന്താ ശരിക്കും ഇഷ്ടമുള്ള ആളിനെ? ആക്ടിവിറ്റീസ് ഇഷ്ടമാണ്. ഈ പെയിന്റിങ് അങ്ങനത്തെ കാര്യങ്ങൾ. ആക്ച്വലി മൊബൈൽ നമ്മളിപ്പോൾ മാറ്റി വെച്ച് ടി വിയുടെ റിമോട്ട് മാറ്റി വെച്ച് അവൻ അങ്ങനത്തെ ആക്ടിവിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അവനത് കാണിച്ചു തരും. എന്നിട്ട് അതിനെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് അവനതൊരു സന്തോഷം. ഓക്കെ, ഞാൻ നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു സാധനം. പിന്നെ ഒറ്റ കാര്യത്തിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുള്ളൂ, മലയാളം പഠിച്ചിട്ടില്ല. അത് ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ പറയണില്ല. ഞാൻ ഇന്ന് ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഇത്. പാസിഫയർ യൂസ് ചെയ്യുമായിരുന്നു. അവിടുത്തെ കുട്ടികൾക്ക് വരുന്ന ഒരു സംഭവമാണ്. അപ്പം ഇവനത് സംസാരം ലേറ്റായി. കാരണം എനിക്കറിയാം ഇവൻ എന്താ ചോദിക്കുന്നെന്നുള്ളത്. അപ്പം ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ അതെടുത്ത് കൊടുക്കാൻ തുടങ്ങും. അപ്പൊ അവൻ ഒട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ടായി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഒരു ലാംഗ്വേജ് കോൺസെൻട്രേറ്റ് ചെയ്യും, മലയാളം അവൻ എന്തായാലും പഠിക്കും, ഇവിടെ വളർന്ന കുട്ടിയല്ലേ, അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അത് എനിക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഒട്ടും അറിയില്ല, എന്തെങ്കിലും 1-2 വേർഡ്സ് ഒക്കെ പറയുന്നല്ലാണ്ട്. സേ സംതിങ് ഇൻ മലയാളം. എൻ്റെ ദൈവമേ, എന്തൊരു സൂട്, ഇങ്ങനെയൊക്കെ സംസാരിക്കാം. അമ്മ ഇപ്പൊ പോടെ കള്ളച്ചക്ക എന്നൊക്കെ പറയുമ്പോ അതൊക്കെ തിരിച്ചു പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയും, അമ്മ ഐ മലയാളം വേർഡ് എന്നൊക്കെ പറയും. ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക. അത് ഒട്ടും നമ്മുടെ ഭാഷ പഠിച്ചില്ലെങ്കിൽ അത് വലിയൊരു തന്നെയാണ്. അപ്പം അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അടിപൊളി 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 അടിപൊളി. പിന്നെ വന്നിട്ട് ഇപ്പൊ ചോദിക്കും, അമ്മ ഫോണ് തരോ, അതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പം പഠിപ്പിച്ചു എല്ലാം കഴിക്കട്ടോ. മലയാളം പഠിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ മലയാളിയാണോ അവൻ. ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും
എല്ലാ ദിവസവും ഞാൻ ചോറ് കറികൾ അത് ഞാൻ കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇന്നതേ കഴിക്കൂ അത് കഴിക്കും, എല്ലാ ഫുഡും കഴിക്കും, എല്ലാ ക്യുസീനും കഴിക്കും. അടിപൊളി. അപ്പൊ നമുക്ക് പുട്ട് കഴിക്കാൻ പോയാലോ? പുട്ട് യു ലൈക്ക് പുട്ട്? അത് ഇഷ്ടമാ, പുട്ട് ഇഷ്ടമാ. പുട്ട്, പഴം, കടലക്കറി, പിന്നെ ദോശ, ചട്നി, പഴം, അങ്ങനെ ഭയങ്കര സംഭവാ. എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. സന്തോഷമായിട്ട് എനിക്ക് സിനിമയിലേക്ക് തിരിച്ചു വരൂ. ഞങ്ങൾക്ക് നല്ലൊരു ക്യാരക്ടർ റോള് ചെയ്യുന്ന ഒരാളെയും കൂടെ കിട്ടട്ടെ. പിന്നല്ലാതെ പൊളിക്കും ഞാൻ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.